മനുഷ്യചരിത്രത്തിലെയും വിശ്വാസ പ്രമാണങ്ങളിലെയും ഏറ്റവും വലിയ നിഗൂഢതകളിലൊന്നാണ് സീനായ് പർവ്വതം. ലോകത്തിലെ പ്രധാന മതങ്ങളെല്ലാം ഒരേപോലെ പവിത്രമായി കരുതുന്ന ഈ പർവ്വതം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന ചോദ്യം നൂറ്റാണ്ടുകളായി ഗവേഷകരെയും ചരിത്രകാരന്മാരെയും കുഴപ്പിക്കുന്നു. ദൈവം മോശയ്ക്ക് 10 കൽപ്പനകൾ നൽകിയതായും ഇസ്രായേൽ ജനതയുമായി ഉടമ്പടിയുണ്ടാക്കിയതായും പറയപ്പെടുന്ന ഈ മലയെ ചുറ്റിപ്പറ്റി നിരവധി ഐതിഹ്യങ്ങളുണ്ട്. എന്നാൽ ബൈബിളിലും ചരിത്രഗ്രന്ഥങ്ങളിലും നൽകിയിട്ടുള്ള വിവരണങ്ങൾ വച്ച് ഈ സ്ഥലം ഭൂമിശാസ്ത്രപരമായി കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ചെന്നെത്തുന്നത് വലിയൊരു ആശയക്കുഴപ്പത്തിലേക്കാണ്. ഈജിപ്തിലെ സീനായ് ഉപദ്വീപിലെ ജബൽ മൂസയാണ് കാലങ്ങളായി ഈ സ്ഥാനമായി കരുതപ്പെടുന്നത് എങ്കിലും ഇതിനെ ചോദ്യം ചെയ്യുന്ന പുതിയ തെളിവുകൾ ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. നിങ്ങൾ ഈ ചാനലിലെ ചരിത്രപരമായ നിഗൂഢതകളെക്കുറിച്ചുള്ള വീഡിയോകൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. നമുക്ക് സീനായിയുടെ നിഗൂഢതകളിലേക്ക് കൂടുതൽ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാം. ചരിത്രത്തിലെ മഹാസംഭവങ്ങൾ നടന്ന ഒരിടമെന്നതിലുപരി ഒരു നിഗൂഢ ചിഹ്നമായാണ് സീനായ് ഇന്നറിയപ്പെടുന്നത്. ഇസ്രായേൽ ജനത ചെങ്കടൽ മുറിച്ചുകടന്ന ശേഷം എങ്ങോട്ടാണ് പോയത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ഭൂപടം ആരുടെ പക്കലുമില്ല. പലപ്പോഴും പർവ്വതത്തിന്റെ സ്ഥാനം മാറ്റി പ്രതിഷ്ഠിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നു. ഇതിന്റെ നിഗൂഢത സോൾവ് ചെയ്യണമെങ്കിൽ ബൈബിളിലെ പഴയ നിയമത്തിലെ വിവരണങ്ങളെയും പുരാവസ്തു ഗവേഷണങ്ങളെയും ഒന്നിച്ചു ചേർത്ത് വായിക്കേണ്ടതുണ്ട്. പല പ്രമുഖ പണ്ഡിതരും പറയുന്നത് നമ്മൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് തെറ്റായ ദിശയിലാണെന്നാണ്. ഈ നിഗൂഢതയുടെ ചുരുളഴിയണമെങ്കിൽ നമ്മൾ ഈജിപ്തിന്റെ അതിരുകൾ കടന്ന അറേബ്യൻ മരുഭൂമികളിലേക്ക് കൂടി സഞ്ചരിക്കേണ്ടി വരും. വീഡിയോ തുടങ്ങുന്നതിന് മുൻപായി ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിക്കുക. ഈ വീഡിയോയിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിവരങ്ങൾ ഇന്റർനെറ്റിൽ ലഭ്യമായ വിവിധ ലേഖനങ്ങൾ, ചരിത്രപരമായ നിഗമനങ്ങൾ, പുസ്തകങ്ങൾ, ഐതിഹ്യങ്ങൾ എന്നിവയെ ആധാരമാക്കി തയ്യാറാക്കിയിട്ടുള്ളതാണ്. ഇവ കേവലം നിഗമനങ്ങളും നിലനിൽക്കുന്ന വാദങ്ങളും മാത്രമാണ്. ഇവ പൂർണ്ണമായും ചരിത്രപരമായ സത്യങ്ങളോ വസ്തുതകളോ ആണെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. ആരുടെയും മതപരമായ വിശ്വാസങ്ങളെ വ്രണപ്പെടുത്താനോ ഏതെങ്കിലും വിശ്വാസത്തെ തള്ളിക്കളയാനോ ഈ വീഡിയോ ഉദ്ദേശിക്കുന്നില്ല. പ്രേക്ഷകർ സ്വന്തം നിലയിൽ കാര്യങ്ങൾ വിശകലനം ചെയ്യാനും കൂടുതൽ പഠനങ്ങൾ നടത്താനും അഭ്യർത്ഥിക്കുന്നു. പരമ്പരാഗതമായി വിശ്വസിച്ചു പോരുന്ന ജബൽ മൂസ എന്ന പർവ്വതം സീനായ് പർവ്വതം തന്നെയാണോ എന്നതിൽ കടുത്ത തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. 4-ാം നൂറ്റാണ്ടിൽ ഹെലൻ ഡാറ്റ്നിയാണ് സെയിന്റ് കാതറിൻ ആശ്രമം സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം സീനായിയാണെന്ന് വിധിയെഴുതിയത്. എന്നാൽ പുരാവസ്തു ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ പർവ്വതത്തിനു ചുറ്റും ഇസ്രായേൽ ജനതയെപ്പോലൊരു വലിയ ജനസഞ്ചയത്തിന് താമസിക്കാനാവശ്യമായ ഇടമില്ല എന്നാണ്. കൂടാതെ പഴയ നിയമത്തിൽ പറയുന്ന പല അടയാളങ്ങളും അവിടെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇവിടെയാണ് സൗദി അറേബ്യയിലെ ജബൽ അൽ ലോസ് എന്ന മലയെക്കുറിച്ചുള്ള ചർച്ചകൾ പ്രസക്തമാകുന്നത്. പുതിയ കാലത്തെ ഗവേഷകർ പറയുന്നത് ഇതാണ് യഥാർത്ഥ സീനായ് പർവ്വതം എന്നാണ്. ഇതിന്റെ മുകൾ ഭാഗം പ്രകൃതിദത്തമല്ലാത്ത രീതിയിൽ കരിഞ്ഞുണങ്ങിയ അവസ്ഥയിലാണുള്ളത് എന്നത് ബൈബിളിലെ പർവ്വതം പുകഞ്ഞു എന്ന വിവരണവുമായി ചേർന്നു പോകുന്നു. സൗദിയിലെ ജബൽ അൽ ലോസിൽ കണ്ടെത്തിയ മറ്റൊരു പ്രത്യേകത അവിടുത്തെ പാറകളിൽ കൊത്തിവെച്ചിട്ടുള്ള കാളകളുടെ ചിത്രങ്ങളാണ്. ഈജിപ്തിൽ നിന്ന് വന്ന ഇസ്രായേൽ ജനത സ്വർണ്ണപ്പശുക്കുട്ടിയെ ആരാധിച്ചിരുന്നു എന്ന ചരിത്രവുമായി ഇത് വിരൽ ചൂണ്ടുന്നു. കൂടാതെ മലയുടെ താഴ്വാരത്തിൽ വലിയൊരു ബലിപീഠത്തിന്റെ അവശിഷ്ടങ്ങളും 12 വലിയ തൂണുകളുടെ അടയാളങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഇത് മോശ പണിത 12 ഗോത്രങ്ങളെ സൂചിപ്പിക്കുന്ന തൂണുകളാണോ എന്ന കാര്യത്തിൽ വലിയ പഠനങ്ങൾ നടന്നുവരികയാണ്. സൗദി അറേബ്യ ഈ പ്രദേശം കാലങ്ങളായി സംരക്ഷിത മേഖലയായി വെച്ചിരുന്നതും അവിടേക്ക് ആർക്കും പ്രവേശനം നൽകാതിരുന്നതും ഇതിന്റെ നിഗൂഢത വർദ്ധിപ്പിക്കുന്നു. എന്നാൽ ഈ സ്ഥലമാണ് സീനായ് എങ്കിൽ ഇസ്രായേൽ ജനത ചെങ്കടൽ മുറിച്ചു കടന്നത് സൂയസ് കനാലിലൂടെയല്ല, മറിച്ച് അഖാബ ഉൾക്കടലിലൂടെ ആയിരിക്കണം എന്ന മറ്റൊരു നിഗമനത്തിലേക്ക് കൂടി നമ്മൾ എത്തുന്നു. സീനായ് പർവ്വതത്തിന്റെ യഥാർത്ഥ സ്ഥാനം കണ്ടെത്തുക എന്നത് കേവലം ഒരു ഭൂമിശാസ്ത്രപരമായ ദൗത്യമല്ല, മറിച്ച് അത് ചരിത്രത്തെ പുനർനിർമ്മിക്കലാണ്. ആധുനിക കാലത്തെ നിഗൂഢതകൾ സോൾവ് ചെയ്യാനായി നമ്മൾ പരിശോധിക്കേണ്ടത് റൂട്ട് ഓഫ് എക്സോഡസ് ആണ്. ചെങ്കടലിന്റെ അടിത്തട്ടിൽ കണ്ടെത്തിയ രഥചക്രങ്ങളുടെ അവശിഷ്ടങ്ങൾ നുവൈബ ബീച്ചിനും സൗദി അറേബ്യയ്ക്കും ഇടയിലാണെന്ന കണ്ടെത്തൽ സീനായ് പർവ്വതം സൗദിയിലാണെന്ന വാദത്തിന് വലിയ ശക്തി നൽകുന്നു. അവിടെയുള്ള മിദിയാൻ പ്രദേശം മോശ തന്റെ ജീവിതത്തിലെ വലിയൊരു ഭാഗം ചിലവഴിച്ച ഇടമാണ്. അതുകൊണ്ട് തന്നെ തന്റെ ജനതയെ അവൻ തനിക്ക് സുപരിചിതമായി ഈ മേഖലയിലേക്ക് നയിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. ശാസ്ത്രീയമായ പരിശോധനകളിൽ ജബൽ അല്ലോസിലെ കറുത്ത പാറകൾ ചൂടുതട്ടി കരിഞ്ഞതല്ല, മറിച്ച് അവയുടെ ഘടന തന്നെ വ്യത്യസ്തമാണെന്ന് ചിലർ വാദിക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ പിന്നിലെ ദൈവികമായ ഇടപെടലുകളെ വിശ്വാസികൾ ഉയർത്തിക്കാട്ടുന്നു. യഥാർത്ഥത്തിൽ സീനായ് എവിടെയാണ് എന്ന നിഗൂഢത സോൾവ് ചെയ്യപ്പെടുന്നത് വിശ്വാസവും വസ്തുതകളും ഒന്നിച്ചു നിൽക്കുമ്പോഴാണ്. ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉടമ്പടി നടന്ന സ്ഥലം ഇന്നും പൂർണ്ണമായും ലോകത്തിന് മുൻപിൽ വെളിപ്പെടാതെ ഇരിക്കുന്നത് ഒരുപക്ഷെ ആ സ്ഥലത്തിന്റെ പവിത്രത നിലനിർത്താൻ വേണ്ടിയായിരിക്കാം. ഏതായാലും ഈജിപ്തിലെയും സൗദിയിലെയും ഈ പർവ്വതങ്ങൾ തമ്മിലുള്ള തർക്കം അവസാനിക്കുന്നില്ല. സീനായ് ഒരു മല മാത്രമല്ല, അതൊരു വലിയ സംസ്കാരത്തിന്റെ തുടക്കമാണ്. വരും കാലങ്ങളിൽ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള പഠനങ്ങൾ ഈ നിഗൂഢതയുടെ മുകളിലുള്ള കടുപ്പം കുറയ്ക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ അതിശയകരമായ വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്.
സീനായി പർവ്വതത്തിന്റെ യഥാർത്ഥ സ്ഥാനത്തെക്കുറിച്ചുള്ള ഈ അന്വേഷണത്തിനായി വിവിധ ചരിത്ര പുരാവസ്തു ഗ്രന്ഥങ്ങളെയും ആധുനിക പഠനങ്ങളെയുമാണ് നാം പ്രധാനമായും ആശ്രയിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എബ്രായ ബൈബിളിലെ പുറപ്പാട് പുസ്തകത്തിലെ ബുക്ക് ഓഫ് എക്സോഡസിലെ ഭൂമിശാസ്ത്രപരമായ വിവരണങ്ങളാണ്. കൂടാതെ ലോകപ്രശസ്ത പുരാവസ്തു ഗവേഷകരായ റോൺ വാറ്റിന്റെ കണ്ടെത്തലുകളും ജബൽ അൽ ലോസ് സീനായി പർവ്വതമാണെന്ന് വാദിക്കുന്ന റോബർട്ട് കോർന്യൂക്കിന്റെ ദ മൗണ്ടൻ ഓഫ് ഫയർ എന്ന പുസ്തകവും ഈ സ്ക്രിപ്റ്റിനു വലിയ രീതിയിൽ അടിസ്ഥാനമായിട്ടുണ്ട്. ഫ്ലാവിയസ് ജോസീഫസിനെ പോലുള്ള പുരാതന ചരിത്രകാരന്മാരുടെ കുറിപ്പുകളും ആധുനിക സാറ്റലൈറ്റ് ഇമേജറി ഉപയോഗിച്ച് തയ്യാറാക്കിയ നുവൈബ ബീച്ചിലെ ചെങ്കടൽ പാതയെക്കുറിച്ചുള്ള ഗവേഷണ രേഖകളും ഇതിനായി വിശദമായി പരിശോധിച്ചിട്ടുണ്ട്. ചരിത്രപരമായ വസ്തുതകളും പുരാവസ്തു തെളിവുകളും കോർത്തിണക്കിയാണ് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്.